ട്രാവൽ ചെയ്ത് അവർ ഒരു സ്ഥലത്ത് നമ്മൾ അച്ചീവായി നിൽക്കുമല്ലോ. ആ ഒരു അച്ചീവ്മെന്റ് നമുക്ക് കിട്ടുന്ന സമയത്ത് ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ നേരെ പോസിറ്റീവ് നമ്മളെ പറയാം അല്ലെ. അതേപോലെ തന്നെ പോസിറ്റീവ് പറഞ്ഞ ആൾക്കാർ നമ്മളെ നെഗറ്റീവും പറയാം. രണ്ടും ഇങ്ങനെ തന്നെയാണ്. അതാണ് മനുഷ്യനാണ്. ഒരിക്കലും മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് എപ്പോഴാണ് മാറുക നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്താ പറയാ, നമ്മളിപ്പോൾ ആരായാലും നമ്മളെ എന്താ പറയാ പരിഹസിക്കുകയോ അല്ലെങ്കിൽ പുച്ഛിക്കുകയോ, പുച്ഛിക്കുക എന്നുള്ളത് തമിഴ് ഭാഷയാണ് കേട്ടോ. അപ്പോൾ പരിഹസിക്കുക, പുച്ഛിക്കുക, പിന്നെ എന്താ പറയാ നമുക്ക് ബഹുമാനം തരാതിരിക്കുക, നമ്മൾ അതൊന്ന് നോക്കി. ഹലോ സെലിബ്രിറ്റീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മളെന്തൊരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിൽ പലരും, അതായത് നമ്മൾ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടും അല്ലേ. അത് ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ അറിയുന്നവരിൽ നിന്ന് ഏത് വെക്കാം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ആയാലും ഓക്കെ അല്ലേ. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇന്നൊരു നമ്മുടെ ഒരു വീഡിയോ കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ ഞാൻ പറയാൻ വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ അതായത് നമ്മളിപ്പോ എന്താ പറയാ ഒരു ഇതുമില്ലാതെ, അല്ലെങ്കിൽ നമ്മൾ വളരെ പാവപ്പെട്ട ഒരാൾക്കാരാണെന്ന് വെക്കാം അല്ലെ. അങ്ങനെ കാണുന്ന സമയത്ത് കുറച്ച് പാവമായിട്ടുള്ള ഒരാൾക്കാരൊക്കെയാണ്, അതായത് ഫാമിലി കുറച്ച് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ, ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ ചില ആൾക്കാർ, നമ്മുടെ സ്വന്തങ്ങളാവാം, ബന്ധങ്ങളാവാം, ഫ്രണ്ട് സർക്കിളിലാവാം, ആര് വേണമെങ്കിലും ആവാം കേട്ടോ. അപ്പൊ അവര് നമ്മളോട് എന്ത് പറയും, ചിലപ്പോ അവരോടൊക്കെ തട്ടിപ്പൊട്ടിക്കണം, ഞാനൊരു വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇതിലൊക്കെ നമ്മൾ ചില സമയങ്ങളിൽ നമ്മളെ ചിലപ്പോ എന്താ പറയാ ഒരുമാതിരി ഒരു എന്താ പറയാ ഒരു ഇത് തോന്നിക്കില്ല. എന്താ പറയാ തമിഴില് പുച്ഛം എന്നാണ്, മലയാളത്തിൽ എന്താ പറയണു, പരിഹസിക്കുക, അല്ലെങ്കിൽ വന്നിട്ട് നമ്മളോട് വലിയ മൈൻഡൊന്നുമില്ല, നമ്മളെ കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഇടപഴകാൻ അവർക്കൊരു ഇത്, അങ്ങനെയുള്ള ഇത് ഒരുപാട് ഞാൻ എൻ്റെ ലൈഫിലൂടെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നല്ല, മാക്സിമം നമ്മൾ ഇതൊന്നും അനുഭവിക്കാതെ കടന്നുപോയിട്ടുള്ള ആൾക്കാരൊന്നും ഉണ്ടാവില്ല. എല്ലാവരുടെ ലൈഫിലും ഇങ്ങനെ ഒരു അനുഭവം, ഇങ്ങനെ ഒരു പാതയിലൂടെ നമ്മളിങ്ങനെ പോയിട്ടുണ്ടാവും അല്ലെ. അപ്പോ എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ, അതായത് ഇപ്പൊ പണമായാലും ശരി, അല്ലെങ്കിൽ നമ്മൾ എത്ര കോടീശ്വരനായാലും എത്ര പാവപ്പെട്ടവരായാലും അല്ലെ, ഒരു പാവപ്പെട്ടവൻ ഒരു കോടീശ്വരനാവാൻ ഒരു നിമിഷം വേണ്ട. ആ ഒരു കോടീശ്വരൻ ഒരു പാവപ്പെട്ടവനാവാനും ഒരു സെക്കൻഡ് മതി. അതൊന്നും നമ്മുടെ കയ്യിലുമല്ല, അതൊക്കെ ദൈവത്തിന്റെ കയ്യിൽ മാത്രമാണ് അല്ലെ. ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോ എനിക്ക് ഒന്നും മാത്രമേ പറയാനുള്ളൂ, അതായത് നമ്മൾ എന്താ പറയാ നമ്മളെക്കാട്ടിലും, അതായത് ഇങ്ങനെ എന്താ പറയാ പാവപ്പെട്ട ആൾക്കാരെ കാണുന്ന സമയത്ത് നമ്മൾ അതേപോലെ തന്നെ അവരടുത്ത് സംസാരിക്കും. ചില ആൾക്കാർ നമ്മളിപ്പോ ചില ഫംഗ്ഷനുകളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. എനിക്ക് നേരിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ അല്ലേ, നമ്മൾ ഫസ്റ്റ് ഇതിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് അവർ പെട്ടെന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ നമ്മളെക്കാട്ടും കുറച്ച് ബെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ ഹൈ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേക്കോ, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്കിത് നേരിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് അനുഭവം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതായത് അവളും ഫാമിലിയും കൂടെ ഇതുപോലെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു മാരേജിന് പോയിട്ടുണ്ടായിരുന്നു. മാരേജ് എന്ന് പറഞ്ഞാൽ സ്വന്തം എന്താ പറയാ റിലേറ്റീവിന്റെ മാരേജാണ്. ആ മാരേജിന് പോയ സമയത്ത് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി അവരുടെ ഫാമിലി എല്ലാവരും കൂടെ പോയിരിക്കുന്ന സമയത്ത് ആ ഫാമിലി തന്നെ അവിടുന്ന് എഴുന്നേറ്റു, പിന്നെ അവരുടെ ഫുഡേ കഴിച്ചില്ല. അങ്ങനെ ഒരു അനുഭവം എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു അനുഭവം ഉണ്ട് കേട്ടോ. അപ്പോ എന്താ പറയാ ഇങ്ങനെയുള്ള ചില മനുഷ്യന്മാരുണ്ട്, അതായത് നമ്മൾ വന്ന വഴി മറക്കുക എന്നൊക്കെ പറയില്ല. ചിലപ്പോൾ അവരുടെ ബാക്കിൽ എന്ന് പറഞ്ഞാൽ അവരുടെ പഴയ കാലങ്ങളിൽ അവർ ചിലപ്പോൾ ഒരുപാട് കഷ്ടങ്ങളിലൂടെയും ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പോലും അവരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല. മേ ബി അവർ കുറച്ച് ഇതായി കഷ്ടപ്പാടിലൂടെയും, അല്ലെങ്കിൽ അവരുടെ മക്കളൊക്കെ വളർന്നു വലുതായി, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ഇതൊക്കെ എത്തുന്ന സമയത്ത് അവർ കുറച്ച് ഇതായിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ ഈ ഒരുപാട് പണങ്ങളും, അല്ലെങ്കിൽ ഒരുപാട് നല്ല വലിയ എന്താ പറയുക വീടുകളിലൊക്കെ ജനിച്ച്, അല്ലെങ്കിൽ അതേപോലെയൊക്കെ വളർന്ന ആൾക്കാർക്ക് ഒരിക്കലും പണത്തിനോടെല്ലാം മറ്റുള്ള പാവപ്പെട്ടവരോട് അങ്ങനെ ഒരു ഇത് കാണിക്കുന്നതായിട്ട് എനിക്ക് എൻ്റെ ഒറ്റ കാര്യം ഞാൻ പറയണം. പേഴ്സണലായിട്ട് എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളെപ്പോഴും കുഞ്ഞുനാൾ മുതലേ പൈസയൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വലിയ വലിയ, അതായത് നമ്മളെ അച്ഛൻ ഒരു ജോബ്, അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരും ഓരോരുതായിട്ട്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും പെട്ടെന്ന് ഒരു ഇത് വ്യത്യാസം തോന്നിട്ടില്ല. അതായത് മനുഷ്യന്മാരോട് പെട്ടെന്ന് ഒരു ഇത്, നമ്മുടെ ഏതൊരു ബന്ധങ്ങളായാലും അവർക്കറിയാം അതിന്റെ വില എന്താണെന്ന്. അങ്ങനെ വില മറ്റുള്ളവരോട് എന്താ പറയാ സാമ്യമായിട്ടും പെരുമാറി, സൗമ്യം തന്നെയല്ലേ, അതെ. എനിക്ക് തമിഴ് മലയാളം മിക്സിങ് ആവുന്നുണ്ട്, ഇങ്ങനെ ഇടയിൽ ഒരു ഭാഷകൾ വരുന്നു കേട്ടോ. അപ്പൊ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് എങ്ങനെ ഇടപഴകണമെന്നും ഒക്കെ അറിയുന്ന അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതല്ലാതെ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പെട്ടെന്ന് ഒരു വലിയൊരു കോടീശ്വരനായി എന്ന് വെക്കാം.
ഇപ്പൊ ഒരു പെട്ടെന്ന് ഒരു ലോട്ടറി അടിക്കുക, അല്ലെങ്കിൽ ഒരു മോനോ അല്ലെങ്കിൽ അവരുടെ മോൾക്ക് ഒരു വലിയ ഒരു അമേരിക്കയിൽ ഒരു ജോലി കിട്ടിയെന്ന് വെക്കാം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് ഇങ്ങനെ പൈസ ഇതാവുന്ന ആൾക്കാരിൽ എനിക്ക് മാക്സിമം എനിക്കറിയാവുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ആയിട്ടുള്ള ആൾക്കാർ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ മറ്റുള്ളവരെ കാണുമ്പോൾ ഭയങ്കര പുച്ഛമായിട്ടും ഭയങ്കരമായിട്ട് പരിഹസിക്കുകയും മറ്റുള്ളവരെ കാണുമ്പോൾ തന്നെ മുഖം ഇങ്ങനെ തിരിച്ചു പോകുന്നതൊക്കെ ഒരുപാട് ഞാൻ എൻ്റെ ഇതിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന ഒന്നേ ഉള്ളൂ, ഈ പണത്തിന് നമ്മൾ ഒരിക്കലും വില കൊടുക്കാതിരിക്കുക അല്ലെ. പാവപ്പെട്ടവനായാലും പണക്കാരനായാലും മനുഷ്യൻ തന്നെയാണ് അല്ലെ. അപ്പോൾ മനുഷ്യനെ നമ്മൾ ഫസ്റ്റ് മനുഷ്യനായിട്ട് എന്താ പറയാ മതിക്കുക എന്നാണ് തമിഴിൽ പറയാ. ഇവിടെയാണ് ഇതിലെന്താണ് ബഹുമാനിക്കാം. അപ്പോൾ മനുഷ്യനെ മനുഷ്യനായിട്ട് ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ ബഹുമാനിക്കാൻ പഠിക്കാം. ഓക്കെ, നമുക്ക് അതേ ഉള്ളൂ അല്ലെ. നമ്മളിപ്പോ എത്ര വലിയ കോടീശ്വരനായാലും എത്ര വലിയ പാവപ്പെട്ടവനായാലും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഒരു നിമിഷം ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ആരാണ് വരുന്നത്, അല്ലെങ്കിൽ നമ്മളെ ആരാണ് ആ ഒരു ബോഡി പോലും നമ്മൾ ആറടി മണ്ണിൽ കൊണ്ടുവയ്ക്കുന്നത് ആരാണ് നമുക്ക് അറിയത്തില്ല. ചിലപ്പോൾ ഈ ഒന്നുമില്ലാത്ത പാവപ്പെട്ടവരായിരിക്കും നമ്മളെ ഇതാവുന്നത് അല്ലേ. ചില സിറ്റുവേഷൻ നമ്മളിതൊക്കെ ഓർക്കണം. കാരണം നമ്മൾ എത്ര അഹങ്കരിച്ചിട്ടോ അല്ലെങ്കിൽ എത്ര വലിയ കോടീശ്വരനായിട്ടൊന്നും ഈ ലോകത്ത് നമ്മൾ പോകുന്ന സമയത്ത് ഒന്നും കൊണ്ടുപോകുന്നില്ല അല്ലേ. ഒരു 6 അടി മണ്ണ് മാത്രമാണ് നമുക്ക് സ്വന്തം എന്ന് പറയാം. അതുപോലും ഇല്ലെന്ന് വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാം. അതുപോലും ഇല്ലാതെ എത്രയോ മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ അതുപോലും ഇല്ലാതെ എത്രയോ പൊതു ഇതിലൊക്കെ പോകുന്ന ആൾക്കാരില്ലേ. ഇത് ഞാൻ എന്തെങ്ങനെ പറയുന്ന ഒരു നെഗറ്റീവായിട്ട് നിങ്ങൾ പറയരുതല്ലോ. അപ്പോൾ നമ്മൾ ഒന്ന് മാത്രമായി മനുഷ്യരായി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അഹങ്കരിക്കരുതെന്ന് മാത്രമേ ഞാൻ പറയൂ. അഹങ്കാരം വന്നിട്ട് നമുക്ക് ഒരിക്കലും നല്ലതിനല്ല. അതായത് നമ്മൾ എല്ലാവരെയും മനുഷ്യനായിട്ട് കാണാം, അത്രയേ ഉള്ളൂ. നമ്മളൊരു മനുഷ്യനായിട്ട് കാണുക, മനുഷ്യനെ സ്നേഹിക്കുക. ആ ഒരു സ്നേഹബന്ധങ്ങൾ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫ് ഉള്ളിടത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അത് ഏത് ഫ്രണ്ട്ഷിപ്പ് ആയാലും ശരി, അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ നമ്മളിപ്പോ താമസിക്കുന്ന വീടുകളുടെ അടുത്തായിട്ട് അങ്ങനെയൊക്കെ എല്ലാവരോടും നമ്മൾ ഒരേപോലെ ഇടപഴകുകയും എല്ലാവരോടും നമ്മൾ ഒത്തൊരുമയായിട്ട്, അതും പറഞ്ഞിട്ട് നമ്മൾ 24 മണിക്കൂർ നമ്മൾ അവർ ഇതാക്കണമെന്നില്ല. ഒരു സ്നേഹം എന്നില്ല, ആരെടുത്തും ഒരു വഴക്കിനോ ഒരു ഇതിനും പോവാതെ നമ്മൾ നമ്മളുടെ കാര്യം നോക്കി മറ്റുള്ളവരെ കൊണ്ട് നമ്മളൊന്നും അയ്യോ അങ്ങനെ പറയിപ്പിക്കാതെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു നല്ല പേരെടുക്കാൻ നോക്കാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതല്ലാതെ പൈസ എന്ന് പറയണതിന് ഒരുപാട് പേര് ഭയങ്കരമായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഇവരിങ്ങനെയല്ലേ, അതുകൊണ്ട് നമുക്ക് അവരടുത്ത് മിണ്ടാൻ ഒരു മടി, അങ്ങനെ ഒരുപാട് ആൾക്കാരെ എനിക്കറിയാട്ടോ. ഒരാൾ ഒരു വലിയൊരു ഇതായിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന വഴി നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അന്നത്തെ ദിവസങ്ങളിൽ ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ അത്രയും സ്വാദിഷ്ടമായി കപ്പ എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്ന സാധനം അന്നത്തെ നേരത്ത് ചില വീടുകളിൽ അവരുടെ ഒരു നേരത്തെ ഭക്ഷണമായിരുന്നു അത്. അപ്പൊ പണ്ടത്തെ കാലങ്ങളിൽ കേട്ടോ. അപ്പൊ അവരുടെ ഒരു നേരത്തെ ഭക്ഷണമാണ് കപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ കഴിച്ചു വളർന്ന ആൾക്കാരായിരിക്കും ഇന്ന് മറ്റുള്ളവരെ കാണുമ്പോൾ അവരെ ഇതിലൊക്കെ അവർ കടന്നു വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും മറ്റുള്ളവരെ കാണുന്ന സമയത്ത് അവർക്ക് ഭയങ്കര പരിഹാസമാണ്. കാരണം ഇന്ന് അവരുടെ മോള് അല്ലെങ്കിൽ മോൻ അമേരിക്കയിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ ഇവിടെയും അതായത് അബ്രോഡിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള കുറെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ നമ്മൾ ഇതായിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാര് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞ ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ലോകത്തെ വിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾക്ക് ഒരു 6 അടി മണ്ണ് പോലും നമ്മുടെ സ്വന്തമല്ല. അത് കാരണം ഇന്ന് പോകുന്ന സിറ്റുവേഷൻ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്തുണ്ടായിട്ട് എന്ത് കാര്യം അല്ലെ, എന്തുണ്ടായിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഇരിക്കുന്നവരെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ മാത്രം പഠിക്കുക. കാരണം അവര് ഇന്നൊരു ദിവസം ഇപ്പൊ ഒരാൾ നമ്മളില്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ എന്തൊരു നല്ല മനുഷ്യയായിരുന്നു, അല്ലെങ്കിൽ എന്തൊരു നല്ല വ്യക്തിയായിരുന്നു എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ മാത്രം, അല്ലെങ്കിൽ അവരത് പറയാനുള്ളൊരു ഇടം നമ്മൾ കൊടുക്കുക. അതല്ലാതെ അവരിങ്ങനെ തന്നെ വേണം, എന്തൊരു അഹങ്കാരമായിരുന്നു, അവർക്ക് പണത്തിന്റെ എന്തൊരു ഇതായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവുന്നു ബാക്കിൽ. നമ്മൾ ഇതും ഒരുപാട് കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണോ നിങ്ങൾ ഇതാവാതിരിക്കുക. എനിക്കൊന്നും മാത്രം അതായത് ഇതെന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് പേര് പണത്തിനാണ് വാല്യൂ കൊടുക്കുന്നത്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഒരു വാല്യൂ കൊടുക്കുന്നില്ല ചില വ്യക്തികൾ, ചില മനുഷ്യർ. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഒരു പണത്തിന് വാല്യൂ കൊടുക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. പണം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്, നമ്മളുടെ അന്നത്തെ കാര്യങ്ങൾക്ക് പണം ആവശ്യമാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സംഭവം നമുക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ അത് വെറും ഒരു പേപ്പർ മാത്രമാണ് അല്ലെ. അപ്പൊ ആ ഒരു ഇത് വെച്ച് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാതിരിക്കുക, മറ്റുള്ളവരെ നമ്മൾ പരിഹസിക്കാതിരിക്കുക അല്ലെ. പണമുള്ള അതായത് ഇന്നിപ്പോ എന്താണ് ഇങ്ങനെ ഇങ്ങനെയാണ്, നമ്മൾ എന്തിനാണ് ഇതാവുന്നത്, അങ്ങനെ അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അവൻ. അതിനിടയിൽ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണു അവിടെ മൊബൈലിൽ പാട്ട് വെച്ചു, അത് കോപ്പിറൈറ്റ് കിട്ടില്ലോ, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും നമ്മളൊരു പണം ഒരു കോടീശ്വരനായാലും ശരി, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവർ, നമ്മൾ മനുഷ്യനായിട്ട് കാണാൻ പഠിക്കുക. മനുഷ്യൻ തന്നെ ഉണ്ടാവുള്ളൂ നമുക്ക് എന്നും അല്ലെ. നമ്മൾ ഇരിക്കുന്നവരെ എല്ലാവരോടും സ്നേഹമായിട്ടും സന്തോഷമായിട്ടും മുന്നോട്ട് ജീവിക്കാൻ നോക്കുക.
ഇത് പലരും ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മളുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്നോട് തന്നെ ഞാൻ പറയാം, ഇപ്പൊ നമ്മളെയൊക്കെ ചില ആൾക്കാർ എന്താ പറയാ, എന്നെ തന്നെ പറയാം, ഇപ്പൊ നമ്മൾ ഏതൊരു ഇതായിരിക്കും ഞാൻ പറയാൻ കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളിപ്പോ ഒരു യൂട്യൂബ് അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഫിലിം ഫീൽഡ് ഏതൊരു ഇതിലായിക്കോട്ടെ, അവിടെയൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു കുറച്ച് നമ്മളൊന്ന് ബെറ്റർ ആയിട്ട് ഒരു നല്ല ഒരു ഇതിലെത്തുന്ന സമയത്ത്, ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് പലരും നമ്മളെ ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാര്, അല്ലെങ്കിൽ നമുക്ക് ഏത് വഴി ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലായാലും, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവര് അല്ലെങ്കിൽ യൂട്യൂബ് യൂസ് ചെയ്യുന്നവര് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഉള്ള ആൾക്കാരായാലും ശരി, ചിലപ്പോൾ അത് അവരുടെ ഫാമിലിക്ക് ഇഷ്ടമല്ലാതെ വരുന്ന ആൾക്കാരായിരിക്കും, പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ. പക്ഷെ അത് അവരൊരു ഇങ്ങനെ പോയി അവർ ട്രാവൽ ചെയ്ത് അവർ ഒരു സ്ഥലത്ത് നമ്മൾ അച്ചീവായി നിൽക്കുമല്ലോ. ആ ഒരു അച്ചീവ്മെന്റ് നമുക്ക് കിട്ടുന്ന സമയത്ത് ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ നേരെ പോസിറ്റീവ് നമ്മളെ പറയാം അല്ലെ, അതേപോലെ തന്നെ പോസിറ്റീവ് പറഞ്ഞ ആൾക്കാർ നമ്മളെ നെഗറ്റീവും പറയാം. ഇത് രണ്ടും ഇങ്ങനെ തന്നെയാണ്. അതാണ് മനുഷ്യനാണ്. ഒരിക്കലും മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് എപ്പോഴാണ് മാറുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോ നമ്മള് എന്താ പറയാ, നമ്മളിപ്പോ ആരായാലും നമ്മളെ എന്താ പറയാ പരിഹസിക്കുകയോ അല്ലെങ്കിൽ പുച്ഛിക്കുക എന്നുള്ളത് തമിഴ് ഭാഷയാണ് കേട്ടോ. അപ്പോ പരിഹസിക്കുക, പുച്ഛിക്കുക, പിന്നെ എന്താ പറയാ നമുക്ക് ബഹുമാനം തരാതിരിക്കുക, നമ്മൾ അതൊന്നും നോക്കി മൈൻഡ് ചെയ്യാതിരിക്കുക. നമ്മൾ പോകുന്ന വഴികൾ ഏതാണോ അല്ലെങ്കിൽ നമ്മുടെ ഇത് എന്താണോ അതേ നോക്കിയിട്ട് നമ്മൾ പോവുക. നിങ്ങളെ ആരൊക്കെ പരിഹസിക്കുന്നുണ്ടോ അവരുടെ മുന്നിൽ നിങ്ങൾ അതായത് നിങ്ങൾക്കൊരു വാശി ഉണ്ടാവണം. നമ്മളെ പരിഹസിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ നമ്മൾ ഒരു സ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മളൊരു നിലയിൽ എത്തിക്കാണിക്കണമെന്ന ഒരു വാശി ഒരുപാട് പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ഉണ്ടാവണമെന്നേ ഞാൻ പറയാം. അതുണ്ടെങ്കിൽ നമ്മൾക്ക് എന്നും ഉയർന്നു അതായത് ആ ഒരു വാശിയും വൈരാഗ്യവും നമ്മൾ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ എന്തായാലും നമുക്കൊരു നല്ല ഒരു ഇതിൽ നമുക്ക് എത്താൻ പറ്റും. ഇതൊന്നുമില്ലാതെ പറയുന്നവർ എന്തോ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അങ്ങനെ നിൽക്കരുത്. അതായത് നമ്മളെ ഒരാൾ പരിഹസിക്കാന്നുണ്ടെങ്കിൽ ആ പരിഹസിക്കുന്ന ആളുടെ മുന്നിൽ നമ്മൾ നാളെ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരുന്ന വർഷങ്ങളിൽ നമ്മൾ അവരുടെ മുന്നിൽ നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കുക. അല്ലെങ്കിൽ നല്ലൊരു ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ അവർക്ക് വേണ്ടി ഞാൻ ഇന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരല്ലേ, ആ പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ ഞാൻ വന്നിട്ട് ഇന്ന് എനിക്ക് ഈ പറഞ്ഞ ആൾക്കാരുടെ നമ്മളെ പറയും അയ്യോ ഓക്കെ. അതായത് ഞാൻ പറഞ്ഞ അതായത് പണത്തിനും പ്രശസ്തിക്കും ഇതിനൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വില എന്ന് പറയുന്നത് ചില ആൾക്കാർ കേട്ടോ. അപ്പോൾ ഈ പണവും പ്രശസ്തിയും ഇതൊന്നും വെച്ചിട്ടോ അല്ലെങ്കിൽ കുറേ ഒരു ഇതൊക്കെ കിട്ടിയിട്ടൊന്നും നമുക്കൊന്നും ഈ ലോകത്തൊന്നും ഇതാക്കാൻ പറ്റില്ല. നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണ്? ഒരു നല്ല സ്വഭാവം അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യൻ അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യ സ്നേഹി നമ്മൾ പറയില്ല, ആ ഒരു ഇതാണ് നമ്മുടെ ഉള്ളിൽ. മനുഷ്യനെ മനുഷ്യനായിട്ട് സ്നേഹിക്കാനും മനുഷ്യനെ മനുഷ്യനായിട്ട് ബഹുമാനിക്കാനും പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ എന്താ പറയാ അപ്പുറം നമുക്ക് വേറൊന്നുമില്ല ഈ ലോകത്ത്. അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് എനിക്ക് പെട്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തോ പെട്ടെന്ന് എന്റെ മനസ്സിലോട്ട് ഇങ്ങനെ കടന്നു വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആ ഒരു ഇത് നിങ്ങളുടെ മുന്നോട്ട് എത്തിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതെനിക്ക് പറയണം തോന്നി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് പണം കൊണ്ട് അഹങ്കരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. അത് എത്ര കിട്ടിയാലും നമ്മുടെ നാട്ടിൽ പഠിക്കാത്ത കുറേ മനുഷ്യരുണ്ട്. അപ്പോൾ ഒരിക്കലും പണം കൊണ്ട് നിങ്ങൾ അഹങ്കരിക്കുകയോ അല്ലെങ്കിൽ പാവപ്പെട്ടവനെ എന്താ പറയുക ബഹുമാനിക്കാതെയോ അല്ലെങ്കിൽ അവരും മനുഷ്യനാണ്. ഇപ്പൊ നമ്മളുടെ കൈയൊന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ചുമപ്പ് ബ്ലഡല്ലേ വരുള്ളൂ. എല്ലാവരുടെ കയ്യിലും ചുമപ്പ് കളർ ബ്ലഡാ വരിക, അല്ലാതെ ചുമപ്പിന് പകരം പച്ച കളർ ബ്ലഡ് വരും ഒരിക്കലും ഇല്ല. അപ്പോൾ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഓരോരുത്തരുടെയും സാഹചര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ അവരുടെ വീട്ടിന്റെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും പാവപ്പെട്ടവരാവുന്നതും പണക്കാരാവുന്നതും കോടീശ്വരനാവുന്നതും രണ്ടും ഒന്നാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ ഓരോരുത്തരുടെയും അതായത് ഒന്ന് നമുക്ക് തലയിൽ വിധി എന്നൊരു സംഭവം എഴുതിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് നമ്മൾ വാശിയോട് കൂടി കുറച്ച് നേടിയെടുക്കുന്ന കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്റെ അച്ഛൻ അല്ലെങ്കിൽ അപ്പൂപ്പൻ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി നമ്മുടെ അച്ഛൻ അമ്മ അവരുടെ വക എന്തെങ്കിലുമൊക്കെ പൂർവികമായിട്ടുള്ള സ്വത്തുക്കളുള്ള ആൾക്കാരൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ പണം എന്ന് പറഞ്ഞ് ഒരാളെയും നമ്മൾ പണത്തിന്റെ ഇത് നോക്കിയിട്ട് നമ്മൾ ഒരാളോട് ഇടപഴകാതിരിക്കാതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയിരുന്നു നിങ്ങളെ ഒരു ചീത്ത പറഞ്ഞ ആള് അല്ലെങ്കിൽ ഒരു ബാഡ് മെസ്സേജ്, ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഒരു ബാഡ് മെസ്സേജ് ഇടുന്ന ആള് നാളെ ഇതേ ബാഡ് മെസ്സേജ് ഇട്ടാണ് നിങ്ങളെ നാളെ പുകഴ്ത്തി പറയാൻ ഒരു സെക്കൻഡ് വേണ്ട. അപ്പൊ ഇങ്ങനെ ചെയ്യുമെങ്കിൽ അത് മനുഷ്യന്റെ സ്വഭാവമാണ്. നമുക്ക് മനുഷ്യന്റെ സ്വഭാവം ഒരിക്കലും മാറ്റാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും നമുക്ക് ലോകത്തിൽ മാറ്റാൻ പറ്റത്തില്ല. ഓരോ മനുഷ്യർക്കും ഓരോരോ സ്വഭാവങ്ങൾ ഉണ്ടാവും, അവരുടേതായിട്ടുള്ള ഇതാണ് അവർ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്നും കണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആരെങ്കിലും അനുഭവം ഉണ്ടായിട്ടുള്ളവർ ഒരിക്കലും വിഷമിക്കാതിരിക്കുക. നമ്മൾ വാശിയോട് കൂടി മുന്നോട്ട് ജീവിച്ച് കാണിക്കാൻ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ വാശി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേടാൻ പറ്റാത്തത് ഈ ലോകത്തൊന്നുമില്ല. അതിനുവേണ്ടി നമ്മൾ അതിൻ്റെതായിട്ടുള്ള കഷ്ടങ്ങളിലൂടെ പോവുക, നമ്മൾ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റാവുന്ന വർക്കൗട്ട് നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതെനിക്കൊന്ന് പറയണം. അപ്പോൾ ഇതെനിക്ക് എന്തോ പറയണം തോന്നി അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ലവ് യു സെലിബ്രിറ്റീസ്.